ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഓർ സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. ഞാനപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് അതിന് ശേഷം നമുക്ക് ഇവിടെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കാറ്. നമ്മുടെ വീട്ടിൽ ഓയിലാണ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ 3 മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്തത് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാവുന്നവർക്ക് അത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അതിനുശേഷം അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് സോട്ടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഹാഫ് കപ്പ് ഓഫ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫ് കപ്പ് ഓഫ് ബീൻസും ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫ് കപ്പ് ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്നത് നമുക്ക് കടിക്കാൻ കിട്ടണം എല്ലാ വെജിറ്റബിൾസും. അപ്പോൾ ഈ സമയത്ത് അതിനകത്തേക്ക് ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യും. ആ സമയത്ത് ഞാൻ അതിനകത്ത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് അരിയുടെ അളവിലാണ് കേട്ടോ. 1 ഗ്ലാസ് അരി എടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള കാശ്മീരി ചില്ലിയും ഗാർലിക്കും കൂടി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റും കൂടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അരിയുടെ വേവാണ് കേട്ടോ. അരി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അരി ഒരു 3/4 കുക്കിങ്ങേ ആവാൻ പാടുള്ളൂ. അതായത് നല്ലൊരു സ്മൂത്തായിട്ട് നമ്മൾ തൊടുമ്പോഴേക്കും അങ്ങോട്ട് ഉടയുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അരി വെന്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അരി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഊറ്റിയും വേണം. അത് ഊറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു തണുത്ത ഒന്നിൽ ഫാനിൻ്റെ അടിയിൽ പരത്തി വെക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ കുക്കറിൽ വേവിച്ചു, കുക്കറിൽ തന്നെ ഊറ്റിയിട്ട് എടുത്ത് വെക്കരുത് അടച്ചിട്ട്. നമ്മൾ തുറന്ന് വെക്കണം. അതെന്തെങ്കിലും ഫാനിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ തുറന്ന് വെക്കുക. പിന്നെയും അരി ഇരുന്ന് വേവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നാളേക്കാണ് കുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമ്മൾ അരി കുക്ക് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരു 3/4 വേവായി എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരി ഊറ്റി മാറ്റാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മനസ്സിലാവും. അതായത് അരി ഒന്നും തൊടാത്ത രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഫ്രൈഡ് റൈസും ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾസിൽ ക്യാരറ്റും ബീൻസും മുട്ട സ്ക്രാമ്പിൾ ചെയ്തതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഫിനിഷിങ്ങിൽ സ്പ്രിംഗ് ഒനിയനും കൂടി ആഡ് ചെയ്യും കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്യാരറ്റും ബീൻസും എഗ്ഗും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അരിയുടെ വേവ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അരി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ ഇട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നോക്കാം, എൻ്റെ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും അരിയുടെ വേവ് കറക്റ്റ് ആയാലാണ് നമുക്ക് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ വെജിറ്റബിൾസും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക, ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ
സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യുമ്പോഴും വെജിറ്റബിൾസ് സോട്ട് ചെയ്തപ്പോഴും എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴൊക്കെ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ സോയാ സോസ് ആഡ് ചെയ്യാതിരിക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. ബൈ ഫ്രം M4 Foodie.